ആ ആ ആ അതായത് ചേട്ടാ സംഭവം അങ്ങനല്ല. അത് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഓരോരോ ഫണ്ണ് കാണിക്കും. അതങ്ങനെ. ഓ ഓ ശരി ശരി ശരി. ആ ആ ഓ സന്തോഷം സന്തോഷം. നോക്കിക്കോളാം. എന്താടാ എന്റെ പൊന്നളിയാ, ഈ നാട്ടുകാരുണ്ടല്ലോ, നാട്ടുകാര് ഭയങ്കര വള്ളി തന്നെ. അവർക്ക് അവരുടെ വീട്ടിലെ കാര്യം അറിയുന്നതിനേക്കാളും നമ്മുടെ വീട്ടിലെ കാര്യം അറിയാൻ ഇൻട്രസ്റ്റ്. എല്ലാരും വിളിച്ചു ചോദിക്കുക, അയ്യോ ലച്ചുവിന് എന്ത് പറ്റി, ലച്ചു സ്റ്റാറ്റസ് ഇട്ടേക്കണ കണ്ടല്ലോ, ലച്ചു ഒറ്റയ്ക്കായോ, സിദ്ധു കളഞ്ഞിട്ട് പോയോ എന്നൊക്കെ. അതിന് ഞാൻ കളഞ്ഞിട്ട് പോയിട്ടില്ലല്ലോ. ഒരു ദിവസം കൂടെ സ്റ്റാറ്റസ് അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വീട്ടിലെ ആള് തിരക്കി വരും മിക്കവാറും. സിദ്ധു ഡിവോഴ്സ് ചെയ്തിട്ട് പോയല്ലേ എന്ന് പറയാനായിട്ട്. ചേട്ടാ ഈ നാട്ടുകാരെ കൊണ്ട് തോറ്റല്ലോ. എല്ലാവരും അങ്ങനെയാണല്ലോ അളിയാ. സ്വന്തം കാര്യത്തിനേക്കാളും മറ്റുള്ളവന്റെ അഞ്ചത്ത് കയറാനാണല്ലോ നാട്ടുകാർക്ക് ഇൻട്രസ്റ്റ്. അത് കറക്റ്റാ. വീട് കൃപാന്തളി ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ഇതാണ് സുഖല്ലേ? അത്ര സുഖമൊന്നും ഇല്ല. അമ്മായിയെ അമ്മയെ കാണാൻ വന്നായിരിക്കും. ഒട്ടുമല്ല. അതെ എടാ കൃപാന്തേ, നീ എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ. ലച്ചു എവിടെ? ലച്ചു ഇവിടെ ഉണ്ടല്ലോ. വിളിയളിയ എന്തായിരുന്നു കാര്യം? കാണുമായിരുന്നു. ലച്ചുവേ, ലച്ചുസേ. ലച്ചു നമുക്ക് സുഖമല്ലേ? കുഴപ്പമില്ല ചേട്ടാ. ലച്ചുവിന് പഞ്ച് മാത്രമല്ല, ഞങ്ങളും കൂടെ. താങ്ക്സ്. ഓ, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വന്നയാണല്ലേ ഗൗരി. നീ ഇവിടെ ഉണ്ടായിട്ട് ആ പാവത്തിന് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നില്ലേ? ലച്ചു ഇവിടെ വാ. ഓൾ ദിസ് ഗിഫ്റ്റ് ആർ ഫോർ യു. വാ. വലിയ പാണ്ട. പിടി. ഞാനൊന്നുമില്ല. പഞ്ച്. കൃപാന്തേട്ടോട് താങ്ക്സ് പറ. താങ്ക് യു. എന്റെ കുറെ ഫ്രണ്ട്സ് ലച്ചുവിനെ അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്കൊക്കെ വീടിന്റെ അഡ്രസ് വരെ പറഞ്ഞു കൊടുത്ത് കാണും അല്ലേ? അതെ, അതിന് മനസ്സിലായി. സ്വാഭാവികം. കൃപാന്തേട്ടാ, ഈ ലോകത്തെ എനിക്ക് പഞ്ചും പഞ്ചിനും ഞാനും മാത്രമേ ഉള്ളൂ. ലച്ചു അങ്ങനെ പറയരുത്. ഈ ലോകം മൊത്തം ലച്ചുവിന്റെ കൂടെ ഉണ്ട്. ഇല്ലടാ? പിന്നെ ശരിക്കും? പിന്നെ താങ്ക് യു. ലച്ചു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ എപ്പോ വേണേലും വിളിക്കാം. ഓക്കെ? താങ്ക്സ്. പോട്ടെ പോട്ടെടി. ബൈ. തലി വെക്കോ? പഞ്ച് ദേ, ഇതാണ് ടോബി. ഹായ് പറ. ഹായ് ടോബി. ഇതാണ് സ്നൂപ്പ്. ദേ ഇവരില്ലേ, ഇവര് ട്വിൻസാ. ഇത് ടിങ്കു, ഇത് മിങ്കു. ഇപ്പൊ കൊറേ ഫ്രണ്ട്സ് ആയല്ലോ പഞ്ചിന്. ഇനി ഇവരുടെ അടുത്തൊക്കെ മര്യാദക്ക് പെരുമാറണം. വഴക്കൊന്നും ഇടാൻ പാടില്ല കേട്ടല്ലോ. പഞ്ച്, ഈ ലോകത്ത് എനിക്കിപ്പോ ഏറ്റവും ഇഷ്ടം ആരെയാന്നറിയോ? ആരെയാന്ന് ചോദിക്കേ. നിന്നെ, എന്റെ പഞ്ചിനെ. സത്യമായിട്ടും ലച്ചൂസിനെ മനപ്പൂർവ്വം ഒഴിവാക്കിയിട്ട് ഞങ്ങൾ പടത്തിന് പോയതല്ല. ലച്ചൂസെ, എന്റെ അടുത്ത് എന്തെങ്കിലും ഒന്നും വേണ്ട പ്ലീസ്. അപ്പൊ എന്റെ അടുത്തൊന്നും മിണ്ടുന്നില്ലല്ലോ? ഒന്നും മിണ്ടുന്നില്ല? സിദ്ധു, വിഷമായോ? വിഷമായെന്ന് ചോദിച്ചാ നല്ല രീതിക്ക് വിഷമായി. ഇവിടെ